വിങ്ക പെരിവിങ്കിൾ നമ്മൾ ഇംഗ്ലീഷ് പേരാണെങ്കിൽ നമുക്ക് അത്ര കേട്ട് പരിചയമില്ലെങ്കിലും നമുക്ക് ശവന്നാരി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇതിന്റെ വേറെ കാറ്റഗറി ഉണ്ട്. ശവന്നാരി എന്ന പേരിലൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ നാട്ടിലും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഈ ചെടിയുടെ വേറെ വെറൈറ്റി വളരുന്നുണ്ട്. അപ്പം ഈ ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം 1.5 മീറ്റർ ഹൈറ്റ് വരെ വളരുന്ന ഒരു ചെടിയാണത് വിങ്ക. അപ്പം ചിലയിടങ്ങളിൽ ഇത് വൈൽഡൊക്കെ ആയിട്ട് ഇൻവേസീവ് ആയിട്ടൊക്കെ വളരുന്നത് കാണാം. ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ നാടൻ വെറൈറ്റി വളരെ വൈൽഡായിട്ട് വളരും. പിന്നെ ചിലതിന് വിത്തൊക്കെ ഉണ്ടാവും. വിത്തുണ്ടായിട്ട് വിത്തുന്നൊക്കെ വേറെ ചെടികൾ പെട്ടെന്ന് മുളച്ചു വരും. ഇതിനും വിത്തുണ്ട്. കണ്ടില്ല, ചിത്രശലഭങ്ങളൊക്കെ പെട്ടെന്ന് വന്നിരിക്കും. തേൻ കുടിക്കാനൊക്കെ പ്രത്യേകം വന്നിരുന്ന് നല്ല രസമാണ്, നല്ല അട്രാക്ഷൻ ഉള്ള ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് ഈ തേനീച്ചകളും പൂമ്പാറ്റകളൊക്കെ വരുന്നത്. അപ്പം 1 മീറ്റർ 1.5 മീറ്റർ ഹൈറ്റ് വരെ വളരുന്ന ചെടിയാണ് ഇത്. വിങ്ക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടനല്ല, നമ്മുടെ നാട്ടിലുണ്ടായ സാധനമല്ല. ഇത് സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക, യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉത്ഭവിച്ചെന്നാണ് പറയുന്നത്. അപ്പം ചിലയിടങ്ങള് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിലും ഇതിന്റെ ഒരു നീല വെറൈറ്റി ഉണ്ട്. അതൊരു ഇൻവേസീവ് ബ്ലൂ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടുപോകാൻ അല്പം മടി കാണിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിന്റെ നീല. അപ്പം അത് പടർന്നു പോകും. അത് മരമായിട്ടില്ല, ഇങ്ങനെ കുറ്റിച്ചെടിയിട്ട് പൊന്തില്ല, ബുഷായിട്ട് പൊങ്ങില്ല. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പടർന്നിട്ട് ഗ്രൗണ്ട് കവർ പോലെ വന്നിട്ട് ആ ഏരിയ മൊത്തം കവർ ചെയ്യും. അപ്പൊ ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയും ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെച്ചൊടിപ്പിക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് വിങ്ക. അപ്പൊ നമുക്ക് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയില്ല, നമ്മൾ ജസ്റ്റ് ഓർണമെന്റലായിട്ട് ഈ ചെടി ചട്ടിയിൽ നമ്മൾ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാന്. അത് ഇതിന്റെ കണ്ടില്ലേ, ഈ റെഡ് ഡോട്ടൊക്കെ നമ്മൾ ചെടിക്കകത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂട്ടമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കാണാൻ ഭയങ്കര രസമാണ്. വിങ്ക പൊതുവെ നമ്മൾ ഗാർഡനിൽ ചെയ്യുകയെന്ന് വെച്ചാല് നമ്മളെ പാഷ്യോന്റെ സൈഡിലൊക്കെ ആയിട്ട് ചെയ്യും. ചട്ടി നട്ടത് എങ്ങനെയാന്ന് വെച്ചാല് ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, ലേശം മണ്ണ്, പിന്നെ ചരിച്ചോറ് കിട്ടില്ല, ചരിച്ചോറ് ഞാൻ ചെയ്യുന്നതാണ്. ചരിച്ചോറ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചോറ് ചെയ്ത് നിർത്തും. അപ്പൊ നമുക്ക് വെള്ളം ഒരു ദിവസം നനയ്ക്കാൻ മിസ്സായാലും പ്രശ്നമില്ല. അപ്പൊ ഞാൻ പ്രാവശ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് പിന്നെ ചെയ്യാം. ഇങ്ങനെ ഈ പൊടി മിശ്രണത്തിലാണ് ഞാൻ നട്ടത്. ഇനിയിപ്പോ അത് പോയി 15 ദിവസം കഴിഞ്ഞാൽ ഞാനിതില് NPK ആഡ് ചെയ്ത് കൊടുക്കും. നമ്മള് എപ്പോഴും നമ്മൾ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും വളം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ വളം ചെയ്ത് കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെടി ആ ഒരു പോട്ടി മിശ്രത്തില് റൂട്ടെല്ലാം സെറ്റായി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വളം കൊടുക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അതിന് വേരുകൾക്ക് ഡാമേജ് സംഭവിക്കും. അപ്പം അതിന്റെ വളർച്ച അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ അടുത്ത പുതിയ വേര് വന്നു കഴിഞ്ഞ ശേഷം അതിന് പിന്നെ വളർച്ച ഒന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ നട്ട് കഴിഞ്ഞിട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ വേരൊക്കെ ഒന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ വളം ചെയ്ത് കൊടുക്കുക. ശവന്നാറി പല നാട്ടിലും പല ചെടികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പറയുന്ന ശവന്നാറി പെരിവിങ്കിളുടെ വേറെ നാടൻ വെറൈറ്റിയാണ്. മൈനർ കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ നാടൻ പെരിവിങ്കിളാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് നന്നായിട്ട് വളർന്നു കാണാം. ചില വീടുകളിൽ ഇത് കുഴിച്ചിടാതെ തന്നെ സൈഡിൽ വളർന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നനച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് വൈൽഡായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ കാറ്റഗറിയിൽപ്പെട്ട വിങ്ക. പെരിവിങ്കിൾ ചെടി നമ്മൾ സാധാരണയായിട്ട് ചെടി ആവശ്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അത് ചെടി എന്ന ആവശ്യത്തിലല്ല, അത് മെഡിസിൻ എന്നൊരു ആവശ്യത്തിന് വേണ്ടി ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഈ വിങ്ക കാറ്റഗറിയിൽപ്പെട്ട ഏകദേശം എല്ലാ ചെടികളിലും ഒട്ടുമിക്ക ചെടികളിലും 86 തരം ആൽക്കലോയിഡുകൾ വേർതിരിച്ചെടുക്കേണ്ടെന്നാണ് പറയുന്നത്. 86 തരം എന്ന് പറയുമ്പോൾ അത് കുറെയൊക്കെ മരുന്നുകൾ പല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു ആൽക്കലോയിഡാണ് വിംഗ്രസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കലോയിഡ്. ഇത് നമ്മൾ കീമോതെറാപ്പി ഏജന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ്. അത് നമ്മുടെ നാടൻ വെറൈറ്റി ഉണ്ടല്ലോ, അതിനാണ് വിംഗ്രസ്റ്റീൻ എന്നുള്ള ഒരു ആൽക്കലോയിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കീമോതെറാപ്പിയിൽ ലുക്കീമിയ, ലിംഫ് ക്യാൻസർ, അങ്ങനത്തെ ക്യാൻസർ, പിന്നെ കുട്ടികളുണ്ടാകുന്ന ക്യാൻസർ, അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡാണ് വിംഗ്രസ്റ്റീന്. ഞാൻ നേരത്തെ കാണിച്ചു കഴിയില്ല, അതിൽ കാണിച്ചിരിക്കുന്ന വിങ്കയിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം വിങ്ക ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്, കൂടാതെ നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് കൂടിയാണ്. ഈ വൈറ്റിന്റെ ഉള്ളില് ചുവപ്പ് കളറിലൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ. ഇത് നമ്മൾ പാഷിയായിട്ട് ഒറ്റ കളറ് ഒറ്റ ഷെയ്ഡായിട്ട് നമ്മൾ ചെയ്തിട്ട് വളരെ രസമാണ് കാണാൻ. വിങ്ക പെരിവിങ്കിൾ നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടും. ഈ ചെടിക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കളിടും. അപ്പൊ നമ്മൾ നടുമ്പോൾ എപ്പോഴും വെയിലുള്ള ഭാഗത്ത് നടുക, വെയിൽ എപ്പോഴും നന്നായിട്ട് കൊടുക്കുക. കൂടാതെ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി NPK ചെടികൾ തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. NPK ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങി പോവും.
നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ സൈനപ്പിന്റെയോ പെപ്സിയുടെയോ ഒക്കെ കുപ്പിയിൽ അതൊരു 1 ലിറ്ററിന്റെ കുപ്പി എടുത്തിട്ട് അത് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അത് നമ്മൾ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പൂക്കൾ നന്നായിട്ടുണ്ടാവും. അപ്പം ഇതിന്റെ കമ്പുകൾ നട്ടിട്ട് നമുക്ക് ചെടികൾ ഉണ്ടാക്കാം. ഈ കമ്പുകൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തണകത്ത് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം. സിമ്പിളാണ്. അപ്പം മഴക്കാലത്തായിരിക്കും കൂടുതൽ ഉത്തമം കമ്പുകൾ നട്ടിട്ട് ഉണ്ടാക്കാൻ. വിത്തുകളാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ചട്ടി നമ്മൾ നടുമ്പോൾ എപ്പോഴും മണ്ണ്, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ്, ചകിരിച്ചോറുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ എല്ലാം ഈക്വലായിട്ട് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മണ്ണ് അല്പം കൂട്ടിയിട്ടാലും പ്രശ്നമില്ല. എപ്പോഴും നല്ല വളം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ചില ആളുകൾ ചെടികളൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ട് പറയും, ഞാൻ മേടിച്ചപ്പോൾ നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു, പിന്നെ നട്ട് കഴിഞ്ഞപ്പോൾ പൂക്കൾ തീരില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ നട്ട് കഴിയുമ്പം പൂക്കൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നടുന്ന മാധ്യമം പോട്ടി മിശ്രം നന്നാവാതിരുന്നാല് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഉണ്ടാവില്ല. ചെടി ഇങ്ങനെ കുത്തനെ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ചെടി നേരെ താഴോട്ട് മറിഞ്ഞു കിടക്കും. ഇലകളൊക്കെ പോയിട്ട് ഒരു മുരടിച്ച അവസ്ഥയിലേക്ക് മാറും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിക്ക് കറക്റ്റ് വളം കിട്ടേണ്ടതാണ്. ചിലപ്പോൾ നനയ്ക്കുന്നുണ്ടാവും, ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ചെടി വളരെ മോശം അവസ്ഥയിലേക്കാവും നിൽക്കുന്നുണ്ടാവുക. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ചെടികൾക്ക് എപ്പോഴും നന്നായിട്ട് വളവും വെള്ളവും കിട്ടണം. അപ്പോൾ നമ്മള് പോട്ടി മിശ്രം തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വേപ്പും ഉണ്ടാക്കും, ചാണകപ്പൊടി ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ബേസ് ആണ്. അപ്പൊ നമ്മളിത് 15 ദിവസം കൂടുമ്പോൾ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് നന്നായിട്ട് പൂക്കും. ഈ ചെടി പെരിവിങ്കിളിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഹൈബ്രിഡ് ആണ്. ഈ ഹൈബ്രിഡ് പെരിവിങ്കിളിന്റെ പ്രത്യേകത വെച്ചാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റി ആണത്. വിങ്കയുടെ പിന്നെ പ്രത്യേകത വെച്ചാൽ പുളിപ്പുള്ള മണ്ണാണ് വിങ്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. pH ലെവൽ ഏകദേശം 5.5 ഒക്കെയാണ് വിങ്കയ്ക്ക് ഏറ്റവും അനുയോജ്യം. ആൽക്കലൈൻ മണ്ണിലും വിങ്ക ഫ്ലവർ ചെയ്യാൻ മടിയൊന്നും കാണിക്കാറില്ല. പക്ഷെ വിങ്ക എപ്പോഴും ഒരു പുളിപ്പുള്ള മണ്ണിന്റെ ഒരു ഫാനാണ്. അപ്പം മണ്ണിൽ അല്പം പുളിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കുമ്മായിട്ടത് നികത്തേണ്ട ആവശ്യമില്ല. പുളിപ്പുള്ള മണ്ണിൽ തീർച്ചയായിട്ടും വിങ്ക വളരും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ വിങ്കയായിട്ട് വേര് ചീഞ്ഞു പോകും. നമ്മൾ ചെയ്യുമ്പം കുറച്ച് മണലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ചട്ടി അത്യാവശ്യം വലിയ ചട്ടിയൊന്നുമല്ല, ഒരു ചെറിയ ഒരു മീഡിയം ടൈപ്പ് ചട്ടിയാണ്, പ്ലാസ്റ്റിക് പോട്ടാണ്. വെയിലാണ് നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത്. വെയിലുള്ള ഭാഗത്ത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂടും, നന്നായിട്ട് ബെയർ ചെയ്യും. ഇതിൽ വിത്തുണ്ടാവും. അപ്പൊ വിത്ത് നട്ടിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ചിത്രശലഭങ്ങൾ, തേനീച്ച, അവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ കൂടിയാണത്. നമ്മള് പൂന്തോട്ടത്തിൽ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേനീച്ചയും വണ്ടും ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ നമ്മള് എപ്പോഴും നടുമ്പോൾ ഒരു അത്യാവശ്യം കാറ്റും വെളിച്ചമുള്ള ഭാഗത്ത് നടുക. ഒരിക്കലും മറ്റു ചെടികൾക്ക് ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കോർണറിലായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മതിലിന്റെ കോർണറിലോ അങ്ങനെയുള്ള ഭാഗത്ത് നടരുത്. നമ്മൾക്കിപ്പോഴും ഒരു എല്ലാവരും പെട്ടെന്ന് കാണുന്ന അത് അട്രാക്ഷൻ വരുന്നൊരു ഭാഗത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വീടിന് തന്നെ നല്ലൊരു അട്രാക്ഷൻ തന്നെയായിരിക്കും ഈ വിങ്ക അല്ലെങ്കിൽ പെരിവിങ്കിൾ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പെരിവിങ്കിളിന്റെ മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ നാടൻ, ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞു. അത് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വിങ്ക മൈനറാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്നൊരു സംഭവമാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ നമുക്ക് തോന്നില്ല. ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ വന്നതോടുകൂടി ഇപ്പൊ വിങ്ക മൈനർ കാറ്റഗറീസിലുള്ള ചെടികൾ മൊത്തം ആളുകൾ വീട്ടിൽ നിന്ന് പറിച്ച് ദൂരേക്ക് വലിച്ചെറിയാണ്. ആ നമ്മുടെ നാടൻ വെറൈറ്റി പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡിസിനൽ പർപ്പസിനാണ്. അതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിങ്ക്രസ്റ്റി എന്നുള്ള ഒരു ആൽക്കലോയിഡ് ഒക്കെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാ ചെടികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളൊരു ഔഷധ ഗുണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെടികൾ വീട്ടിൽ നിന്ന് മൊത്തം പറിച്ച് ഒഴിവാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറ്റണം. അപ്പോൾ വേറെ ചെടിയെ കുറിച്ച് വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.